രാജത്തിന്റെ പൊക്ക കണ്ട് ആരും നട്ടണ്ട ഇങ്ങനെ കണ്ണിനൊരു കുളിർമ നൽകിക്കൊട്ടെ വെച്ചിട്ട് ഞാൻ പൊക്കറ്റ് വരുന്നത്. അപ്പൊ ഈ ബ്രൈഡൽ ബൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. സിഫാനക്ക് ഓർഡർ കിട്ടിയതേനി സിഫാനക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോയിട്ട് ഈ ബൊക്ക കൊടുക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്റെ കല്യാണത്തിന് എന്താവും എനിക്ക് ഈ ബുദ്ധി ഒന്ന് വരാഞ്ഞത്. അസിസ്റ്റന്റ് ആയിട്ടൊക്കെ പോന്നിട്ടുള്ളത് എന്നുവാണ്. അപ്പൊ അസിസ്റ്റന്റിനെ കൊണ്ട് പണിയെടുപ്പിച്ചണല്ലോ. അങ്ങനെ നമ്മൾ പൊക്ക കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അസിസ്റ്റന്റിന് ഭയങ്കര ബൂതി BMW കുത്തിറക്കണം. പിന്നെ ഒന്നും നോക്കില്ല, കോടികൾ കൊടുത്ത് നമ്മൾ BMW അങ്ങോട്ട് ഇറക്കിയില്ലേ, ഓളങ്ങോട്ട് കുത്തിറപ്പിച്ചില്ലേ, ഓൾ ആഗ്രഹം നടത്തി കൊടുത്തില്ലേ. ഞാനൊക്കെ പിന്നെ എന്ത് പറഞ്ഞിട്ട് കാര്യം. അങ്ങനെ നമ്മൾ വേറെ ബ്യൂട്ടി പാർലറിന് പോന്നിട്ടാ. നല്ല അടിപൊളി ബ്യൂട്ടി പാർലർ കാര്യങ്ങളൊക്കെ ഇനി ഓണ സന്തോഷത്തിന് നമ്മളൊരു മുട്ടായി മണി വാങ്ങി കൊടുത്തിട്ടാ. എന്നാലും നമുക്ക് റാത്ത് പിന്നൽ ബർക്കത്താവുള്ളൂ. അത് സിഫാനക്കാരെ ഫൊറോറോച്ചറൊക്കെ വാങ്ങി കൊടുത്തിട്ടാ. നമുക്ക് എന്നാരും വാങ്ങി തരാം അല്ല, അങ്ങക്കൊക്കെ വാങ്ങി തരാം അടിയിലാക്കട്ടാ. പിന്നത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വലിയപ്പാൻ നേരെ ഉമ്മാരുടെ പോയി തട്ടാന്നുള്ളത് കേട്ടാ. അങ്ങനെ ഉമ്മാരുടെ പോയി തട്ടിപ്പോൾ നമ്മൾ ഈ കാഴ്ച കണ്ടത്. ഏത് കാഴ്ച? നമുക്ക് പൂത്ത കർമ്മത്തി ഇങ്ങനെ കിട്ടില്ല. ഈ കർമ്മത്തിക്ക് ഒരു പ്രത്യേകത ഉണ്ടാ, കണ്ടോളി എല്ലാരും. ഈ കർമ്മത്തിന്റെ അങ്ങനെ വന്നാൽ ലാസ്റ്റിന്റെ മൂത്തുകൾ നോക്കുമ്പോൾ കണ്ടില്ലേ, ഞാനും കർമ്മത്തി ഒരേ മുഖശേപ്പ്. സത്യം പറഞ്ഞാൽ ഈ ഹെൽമെറ്റ് ഇട്ട ഞാൻ കണ്ട് 10 ഔട്ടാ. എനിക്കല്ലെങ്കിൽ ഈ ഹെൽമെറ്റ് തീരെ ഇഷ്ടപ്പെട്ടില്ല. സിഫാന്റെ ഇഷ്ടത്തിന് എടുത്തതാണ് ഹെൽമെറ്റ്. അങ്ങനെ ഇന്നത്തെ ദിവസം കാര്യം നിങ്ങൾ കരുതണ്ട. അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.